നമ്മുടെ ഈ യോഗം സത്യത്തിൽ അല്പം വൈകി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് തുടങ്ങാൻ വൈകി എന്നുള്ളതല്ല, നമ്മൾ നടത്താൻ വൈകി എന്നുള്ളതാണ്. കേരളത്തിലെ ഹിന്ദു സമാജത്തിന് എണ്ണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ നടുക്കടലിൽ ഏതാണ് ആദ്യം അഡ്രസ് ചെയ്യേണ്ടത് എന്ന് സംശയം തോന്നുന്ന തരത്തിലുള്ള തിരക്കോട് കൂടിയിട്ടാണ് ഹൈന്ദവ സംഘടനകൾ വ്യത്യസ്ത വിഷയങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കൊലയെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ നമ്മുടെ നാട്ടിൽ സംഘടിപ്പിക്കുമ്പോൾ, മറുഭാഗത്ത് വഖഫുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ക്ഷേത്രങ്ങളുടെ ഭൂമി അടക്കം വഖഫ് ഭൂമിയായി മാറുന്ന സാഹചര്യങ്ങളെ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുന്ന തരത്തിൽ ഉള്ള പ്രശ്നങ്ങളിൽ അവതരിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടി വരുന്നു. അപ്പം അതിനൊക്കെ നടുക്കാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന നിലയ്ക്ക് തന്നെ അഡ്രസ് ചെയ്യേണ്ട ക്ഷേത്ര വിഷയങ്ങൾ എന്നുള്ളത്. നമുക്കറിയാം, ക്ഷേത്രങ്ങൾ എത്ര കണ്ട് ഹിന്ദു സമൂഹത്തിന് പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മളോട് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ആദിശങ്കരന്റെ കാലം മുതൽ ശങ്കരാചാര്യർ തന്നെ നേരിട്ട് ക്ഷേത്രപ്രതിഷ്ഠ നടത്തുകയും ക്ഷേത്ര ആചാരങ്ങൾ ക്രമീകരിക്കുകയും ചെയ്ത ഒരു പഴക്കം ക്ഷേത്രങ്ങളുമായി കേരളത്തിനുണ്ട്. ഗുരുവായൂരിലെ ക്ഷേത്രത്തിൻ്റെ പൂജാക്രമങ്ങൾ, ആചാരങ്ങൾ ചിട്ടപ്പെടുത്തിയത് ശങ്കരാചാര്യരാണ് എന്നാണ് നമ്മുടെ വിശ്വാസം. ഇപ്പോഴത്തെ തന്ത്രി അങ്ങനെ വിശ്വസിക്കുന്നില്ലെങ്കിലും, ഇപ്പോഴത്തെ തന്ത്രി ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡാവിറ്റിൽ പറഞ്ഞു ശങ്കരൻ ഒരു കെട്ടുകഥയാണ്, ശങ്കരൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നു എന്നുള്ളതിന് ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുരുവായൂർ തന്ത്രി ഹൈക്കോടതിയിൽ അഫിഡാവിറ്റ് കൊടുത്തത്. ആ തന്ത്രിക്ക് ഇനി ആ സ്ഥാനത്തിരിക്കാൻ എന്താണ് യോഗ്യത എന്നുള്ളത് അദ്ദേഹമാണ് സ്വയം ആത്മപരിശോധന നടത്തേണ്ടത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത്, ശങ്കരന്റെ കാലം മുതലുള്ള കേരളത്തിന്റെ ചരിത്രത്തിൽ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നീടുള്ള ഋഷീശ്വരന്മാർ, എത്രയോ ആളുകൾ ക്ഷേത്രപ്രതിഷ്ഠ നടത്തുകയും നമ്മൾ പിന്നീട് ഓരോ ക്ഷേത്രങ്ങളുടെയും ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഓരോ മഹാന്മാര് ക്ഷേത്രപ്രതിഷ്ഠ നടത്തി, പരശുരാമൻ പ്രതിഷ്ഠ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിശ്വാസമുണ്ട്. അത് ശങ്കരനും അപ്പുറമാണ്. ഏതായാലും പിന്നീടുള്ള കേരള നവോത്ഥാനത്തിന്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ നാരായണ ഗുരുദേവന്റെയൊക്കെ ക്ഷേത്രപ്രതിഷ്ഠകൾ അത് എന്തിനായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കേരളത്തിൽ ഹൈന്ദവ സമൂഹത്തിന്റെ ജീവിതവും ക്ഷേത്രവും തമ്മിൽ എത്രമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന ബോധ്യം നമ്മിൽ ഉറയ്ക്കും. അതുകൊണ്ടാണ് ഗുരുദേവൻ 10-50ഓളം ക്ഷേത്രങ്ങൾ കേരളത്തിലെമ്പാടും സ്ഥാപിച്ചത്. ആ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നൂറുകണക്കിന് കൃതികൾ രചിച്ചത്. കാരണം ക്ഷേത്രം ഹൈന്ദവ സമൂഹത്തിന്റെ നിലനിൽപ്പിനും ഹിന്ദു എന്ന നിലയ്ക്ക് ജീവിക്കുന്നതിനും ആ സംസ്കാരത്തിൽ അടിയുറച്ച് നിൽക്കുന്നതിനും ക്ഷേത്രങ്ങൾ നൽകുന്ന സംഭാവനയെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ മഹർഷീശ്വരന്മാർ ആ ക്ഷേത്രങ്ങളെ പുനരുദ്ധരിക്കുകയോ പ്രതിഷ്ഠിക്കുകയോ നവീകരിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ആ ക്ഷേത്രങ്ങളാണ് ഇന്ന് ഭീഷണി നേരിടുന്നത്. വ്യത്യസ്ത രംഗങ്ങളിലാണ് ആ ഭീഷണി. ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ ഒരു ദിവസം കൊണ്ട് രൂപപ്പെട്ടതല്ല, ഒരുപാട് കാലം കൊണ്ട് രൂപപ്പെട്ടതാണ്. ആ ആചാരങ്ങൾ മനുഷ്യന്റെ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭക്തജനങ്ങളുടെ പുരോഗതിക്കും ആധ്യാത്മിക ഉന്നതിക്കും സാംസ്കാരിക ഉന്നതിക്കും ഐശ്വര്യത്തിനുമൊക്കെ വേണ്ടി നമ്മുടെ ഋഷീശ്വരന്മാർ, നമ്മുടെ പൂർവികന്മാർ തുടങ്ങി വെച്ച ആചാരങ്ങളാണ്. ആ ആചാരങ്ങളൊക്കെ നിലനിൽക്കണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കാനുള്ള അധികാരം
ഇവിടുത്തെ സർക്കാരിനോ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്കോ കോടതിക്കോ അല്ല എന്ന് പലതവണ നാം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആചാരങ്ങൾ കാലോചിതമായി മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്തിയ ചരിത്രം മുഴുവൻ ഭാരതത്തിലെയും ഹൈന്ദവ സമൂഹത്തിനുണ്ട്, വിശിഷ്യ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിനുണ്ട്. പക്ഷെ അത്തരം ആചാരങ്ങൾ പരിഷ്കരിച്ചിട്ടുള്ളതും മാറ്റം വരുത്തിയിട്ടുള്ളതും ഭരണകൂടങ്ങളല്ല, നിയമ സംവിധാനങ്ങളല്ല, കോടതിയുമല്ല. അത്തരം ആചാരങ്ങളെ മാറ്റം വരുത്തിയിട്ടുള്ളത് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിലെ ആധ്യാത്മിക നേതൃത്വമാണ്, ആചാര്യന്മാരാണ്. എന്നാൽ ഇന്ന് കോടതി ആചാരങ്ങൾക്ക് മേൽ വിലങ്ങണിയിക്കുകയാണ്. ആചാരങ്ങളെ തടവിലാക്കുന്ന സമീപനം കേരളത്തിലെ കോടതികളിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ഘടകം. ഏറ്റവും ഒടുവിലുണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം. ക്ഷേത്രങ്ങളിൽ ദേവിയെ എഴുന്നള്ളിക്കുന്ന, തിടമ്പേറ്റുന്ന ആനകളുമായി ബന്ധപ്പെട്ട പ്രശ്നം കേരളത്തിൽ ഇപ്പോൾ സജീവമായ ചർച്ചയ്ക്ക് വിധേയമാണ്. കാലങ്ങളായിട്ട് ആനപ്പുറത്ത് ദേവിയെ എഴുന്നള്ളിക്കുന്ന, തിടമ്പേറ്റുന്ന പതിവ് ക്ഷേത്രങ്ങൾക്കുണ്ട്. ആ ക്ഷേത്ര ഉത്സവങ്ങളൊക്കെ ഇന്ന് പ്രതിസന്ധിയിലായിരിക്കുന്നു. ഗുരുവായൂർ ഏകാദശിക്ക് ഒരാന മാത്രം മതി എന്നവർ തീരുമാനിക്കുന്നു. ചെങ്ങന്നൂർ ഉത്സവത്തിന് മുഴുവൻ ആനകളെയും ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തവണത്തെ ഉത്സവം നടന്നത്. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ ആനകളെ ഉപയോഗിച്ചു എന്നതിന്റെ പേരിൽ കോടതി ദേവസ്വം ജീവനക്കാർക്കെതിരെ നടപടികൾ എടുത്തിരിക്കുന്നു. ആനകളെ സംബന്ധിച്ചാണ് കോടതികൾക്ക് വേവലാതി. ആനകളെ പീഡിപ്പിക്കുന്നു എന്ന പരാതി ഉയർത്തിക്കൊണ്ടാണ് കോടതികൾ ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നത്. ശരിയാണ്, നമ്മുടെ നാട്ടിൽ നാട്ടാന പരിപാലനത്തെ സംബന്ധിച്ചുള്ള ഒരു ചട്ടം നിലവിലുണ്ട്. ആ ചട്ടത്തിന് അനുസൃതമായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ കോടതി കൊണ്ടുവരുന്നുണ്ട് എന്നാണ് കോടതിയുടെ ഭാഷ്യം. നാട്ടാന പരിപാലന ചട്ടം എന്ന നിയമമുണ്ടാക്കിയത് കേരള സർക്കാരാണ്. ആ ചട്ടങ്ങൾക്ക് അനുസൃതമായിട്ട് ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ നടക്കാൻ പാടുള്ളൂ എന്ന് കോടതി വിധിക്കുമ്പോൾ ഇവിടെ നിലവിലുള്ള പല നിയമങ്ങളെയും കണ്ടില്ലെന്ന് നടിച്ച് ആ നിയമങ്ങളെ ബൈപ്പാസ് ചെയ്യുന്ന ഇതര മതസമൂഹങ്ങളോടുള്ള കോടതിയുടെ നടപടികൾ, നിലപാടുകളെ നമുക്ക് സംശയത്തിന്റെ നിഴലിൽ നിർത്തേണ്ടി വരികയാണ്. ഞാനൊരൊറ്റ ഉദാഹരണം മാത്രം നിങ്ങളോട് പറയാം. കേരളത്തിൽ മൃഗങ്ങളെ കൊല്ലുന്നതിന് ചില നിയമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് അതിന്റെ ചുമതല. മൃഗങ്ങളെ കൊല്ലാൻ ലൈസൻസ് ഉള്ള സ്ലോട്ടർ ഹൗസുകൾ വേണം, അറവുശാലകൾ വേണം എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിലുണ്ട്. എന്നാൽ കേരളത്തിൽ എത്ര പഞ്ചായത്തുകളിൽ, എത്ര മുനിസിപ്പാലിറ്റികളിൽ, എത്ര കോർപ്പറേഷനുകളിൽ, എത്ര സ്ഥലങ്ങളിൽ ലൈസൻസ് ഉള്ള സ്ലോട്ടർ ഹൗസുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കോടതിക്ക് അറിയാത്തതാണോ? എന്നാൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ അല്ലെങ്കിൽ പാറശാല വരെ യാത്ര ചെയ്യുന്ന ഒരു കേരളീയന് ഏത് ഇടറോഡിലൂടെയും ഏത് പ്രധാന പാതകളിലൂടെയും പോകുമ്പോൾ ഇരുവശങ്ങളിലും കന്നുകാലികളുടെ തൊലിയുരിഞ്ഞ് മാംസത്തോടെ 4 കാലിലും കെട്ടിത്തൂക്കിയിടുന്ന അത്യന്തം നീചമായ ഭീഭത്സമായ രംഗങ്ങൾ കാണാതെ ഒരാൾക്കും യാത്ര ചെയ്യാൻ സാധ്യമല്ല. ഏത് ലൈസൻസ് ഉള്ള സ്ലോട്ടർ ഹൗസുകളിലാണ് ഈ മൃഗങ്ങളെയൊക്കെ കൊല്ലുന്നത്? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ പല ആവർത്തി ഈ വിഷയം ഉന്നയിക്കുകയും ഇത് ലൈസൻസ് ഉള്ള സ്ലോട്ടർ ഹൗസുകളിലെ കൊല്ലാൻ പാടുള്ളൂ എന്ന് പറയുകയും ചെയ്തു. പക്ഷേ നിയമം അവിടെ നിൽക്കുന്നു. മൃഗങ്ങളുടെ കൊലപാതകം അല്ലെങ്കിൽ കൂട്ടക്കൊലകൾ ഇവിടെ വേറെ നടക്കുന്നു. ആര് ചോദിക്കുന്നു? മൃഗങ്ങളെ ഇനി പരസ്യമായി കെട്ടിത്തൂക്കാൻ പാടില്ല എന്ന് നമ്മുടെ നാട്ടിൽ നിയമമുണ്ട്. അതാരനുസരിക്കുന്നു? അപ്പൊ ഇവിടെ ചിലർക്ക് മാത്രമാണ് നിയമം ബാധകമാകുന്നത്,
ചില സമൂഹത്തിനോട് മാത്രമാണ് നിയമം അടിച്ചേൽപ്പിക്കാൻ കോടതിയോ സർക്കാരോ പോലീസോ ശ്രമിക്കുന്നത്. ആനകളെ മാത്രമല്ല, ആനകളെ ആരാണ് പീഡിപ്പിക്കുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. ആനകളെ പീഡിപ്പിക്കുന്നു എന്നാണ്. നാം ആനയൂട്ട് നടത്തുന്നു, ആനകൾക്ക് സുഖ ചികിത്സ വിധിക്കുന്നു, ആനകളുടെ സൗകര്യം നോക്കി അവർക്ക് വേണ്ട ആഹാരം അല്ലെങ്കിൽ അവരുടെ ഭക്ഷണ സാധനങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് നൽകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു. ആനകളെ ഈശ്വരന് തുല്യം കാണുകയും ഈശ്വരനായി ദർശിക്കുകയും തൊട്ടു തൊഴുകയും ചെയ്യുന്നതാണ് കേരളത്തിലെ ക്ഷേത്ര ഉത്സവങ്ങളിൽ എഴുന്നള്ളിക്കുന്ന ആനകൾ. ഒരാനയുടെയും കഴുത്തറത്ത് ഒരു മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാനയുടെയും കഴുത്തറത്ത് ബലി നൽകുന്ന സ്വഭാവം കേരളത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ ആയിരക്കണക്കിന് മൃഗങ്ങളെ ചില പ്രത്യേക ഉത്സവങ്ങളുടെ പേരിൽ കെട്ടുകാഴ്ചയായി രാത്രി മുഴുവൻ നിർത്തി ലൈറ്റൊക്കെ ഇട്ട് വലിയ പന്തലുകളിൽ കെട്ടുകാഴ്ചയായി നിർത്തി വെളുപ്പിന് അറുത്ത് മാംസം കൊടുക്കുന്ന ചില മത ചടങ്ങുകളുണ്ട്. ഞാൻ അതിൻ്റെ ഒന്നും പേര് പറയുന്നില്ല. അതൊക്കെ ഒരു കോടതിയും കാണുന്നില്ല, ഒരു NGOകളും കാണുന്നില്ല. അപ്പോൾ ഇത്തരം ചടങ്ങുകൾ, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, ഇത് വലിയ വെല്ലുവിളി നേരിടുന്നു. ക്ഷേത്ര ഉത്സവങ്ങൾ പ്രതിസന്ധിയിലാകുന്നു. കോടതിയുടെ ഇടപെടലാണ്. ഇനി മുതൽ കോടതി വിളക്കെന്ന് പറയാൻ പാടില്ല. കോടതി വിളക്കെന്ന് പറയാൻ പാടില്ല എന്ന് വിധിക്കുന്ന കോടതിയുടെ മുകളിൽ ക്രിസ്മസ് സ്റ്റാർ തൂങ്ങിക്കിടക്കുന്നു. കോടതി വിളക്ക് എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്ന കോടതിയുടെ മുൻപിൽ, ആ മുന്നിലെ സർക്കാർ ഓഫീസുകളിൽ വെള്ളിയാഴ്ചകളിൽ 2 മണിക്കൂർ ചില പ്രത്യേക മതവിഭാഗത്തിലെ ജീവനക്കാർക്ക് 2 മണിക്കൂർ ലിഷർ ടൈം വിധിക്കുന്നു. അവർക്ക് 2 മണിക്കൂർ പോകാം. കോടതി വിളക്ക് എന്ന് പറഞ്ഞാൽ മതേതര വിരുദ്ധമാണ്. പക്ഷേ സർക്കാർ സർവീസിൽ ഇരിക്കുന്ന ജീവനക്കാർക്ക് വെള്ളിയാഴ്ചകളിൽ 2 മണിക്കൂർ പോയി പ്രാർത്ഥിക്കാൻ അനുവാദം കൊടുക്കുന്നത് മതേതരത്വമാണ്. കോടതി വിളക്ക് എന്ന് പറയുന്നത് മതേതര വിരുദ്ധവും ഇത് മതേതരത്വവും ആകുന്നത് ഏത് കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതാണ്. ഇത്തരത്തിലുള്ള അനവധി വിഷയങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. ആചാരങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഒരുപാട് പേര് പ്രസംഗിക്കാനുണ്ട്. ഞാനതുകൊണ്ട് കൂടുതൽ സമയം എടുക്കുന്നില്ല. ഇത് നമ്മുടെ മുമ്പിലെ പ്രശ്നങ്ങളാണ്. ക്ഷേത്രങ്ങളുടെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇതെല്ലാം ഇന്ന് വെല്ലുവിളി നേരിടുകയാണ്. ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ ഇതല്ലാതെ ഒരുപാട് പ്രശ്നങ്ങൾ ക്ഷേത്രങ്ങൾക്കുണ്ട്. ക്ഷേത്രങ്ങളുടെ ഭൂമി നഷ്ടപ്പെടും. ഈ കഴിഞ്ഞ മാസത്തിലാണ് കൊടുങ്ങല്ലൂരിൽ ഒരു വലിയ ധർണയിൽ, ഭക്തജന ധർണയിൽ എനിക്ക് പങ്കെടുക്കേണ്ടി വന്നത്. അവിടുത്തെ പ്രശ്നം എന്താ? ക്ഷേത്രഭൂമി ഡിജിറ്റലൈസ് ചെയ്തു അത്രേ 4-5 വർഷം മുമ്പ്. അവിടുത്തെ ഭൂമി ഡിജിറ്റലൈസ് ചെയ്തപ്പോൾ ആ ഭൂമി എങ്ങനെയാണ് കുറുമ്പക്കാവിലമ്മ ദേവസ്വം വക ഭൂമി എന്ന് തണ്ടപ്പേരുള്ള, കുറുമ്പക്കാവിലമ്മ ദേവസ്വം ഭൂമി എന്ന് തണ്ടപ്പേരുള്ള ഭൂമി എങ്ങനെയാണ് ആളംപറമ്പിൽ കുഞ്ഞഹമ്മദ് മകൻ മുഹമ്മദിന്റെ പേരിലേക്ക് ആകുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. പേരിനോട് എന്തെങ്കിലും ഒരു സാമ്യം വേണ്ടേ? അതും ഇത്രയും ലോങ് സെന്റൻസിൽ എറർ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ലോങ് ടൈപ്പിംഗ് എറർ എവർ ഇൻ ദ ഹിസ്റ്ററി, ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഒരു ലോങ് ടൈപ്പിംഗ് എറർ. ആളംപറമ്പിൽ കുഞ്ഞു മുഹമ്മദ് മകൻ മുഹമ്മദ് എന്തോ പറഞ്ഞിട്ടാണ് അബ്ദുൾ റഹ്മാൻ, ആരായാലും അതിനെ സംബന്ധിച്ച് പരാതി കൊടുക്കുന്നു. മാറിയിട്ടില്ല. ഇപ്പോഴും തണ്ടപ്പേര് മാറുന്നില്ല, സർവേ നമ്പർ മാറുന്നില്ല. 422 സർവേ നമ്പർ ആയിരുന്നു ആ ഭൂമി, ഇപ്പോഴും 0 കിടക്കുകയാണ്. ഇത് മാറ്റണം എന്ന് പറഞ്ഞ് അവസാനം കൊച്ചിൻ ദേവസ്വം ബോർഡ് വരെ കത്ത് കൊടുക്കുന്നു, മാറുന്നില്ല. പേര് മാറ്റി ഇപ്പോൾ ദേവസ്വം ഭൂമി പുറമ്പോക്ക് ഭൂമിയായിട്ട് കിടക്കുകയാണ്. പുറമ്പോക്ക് ദേവസ്വം ഭൂമിയായിട്ടാണ്. ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ക്ഷേത്രത്തിന്റെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇവിടെ സംസാരിക്കാനുള്ളവര് മറ്റു പല വിഷയങ്ങളിലേക്കും പരാമർശിക്കും എന്നുള്ളതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ഗൗരവമായി ഹിന്ദു സമൂഹം ഒരുമിച്ച് ചിന്തിക്കേണ്ടതുണ്ട്.
ഒരു വലിയ ജനകീയ മുന്നേറ്റം ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ, ക്ഷേത്രത്തിന്റെ സംസ്കാരത്തെ സംരക്ഷിക്കാൻ, ഹിന്ദു സമൂഹത്തിന് ഹിന്ദുവായി ജീവിക്കാൻ. തൃശ്ശൂർ പൂരം പോലുള്ളത്, അല്ലെങ്കിൽ ശങ്കിൾപ്പോ ഗാർഡ് ഓഫ് ഓണറിന്റെ പ്രശ്നം പറഞ്ഞു. 1949 കവനന്റിന്റെ ഭാഗമായി ചേർക്കപ്പെട്ടതാണ് ഗാർഡ് ഓഫ് ഓണർ. ഗാർഡ് ഓഫ് ഓണർ വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ ദേവസ്വം ബോർഡ്, സർക്കാർ തീരുമാനിക്കണം, ഗാർഡ് ഓഫ് ഓണർ ഞങ്ങൾ തരില്ല, ഒപ്പം ക്ഷേത്രങ്ങളും ഞങ്ങൾ വിട്ടുതരുന്നു എന്ന് തീരുമാനിക്കട്ടെ. ക്ഷേത്രങ്ങൾ കൈപ്പിടിയിൽ വെച്ചുകൊണ്ടാണ് സർക്കാർ ദേവസ്വം ബോർഡിന് കേന്ദ്ര സർക്കാരും ഉണ്ടാക്കിയ കവനന്റിന്റെ ഭാഗമായിട്ടുള്ള ഗാർഡ് ഓഫ് ഓണർ ചെയ്യില്ല എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി എങ്ങനെ പൊരുത്തപ്പെടുക? ഇത് രണ്ടും കൂടി എങ്ങനെ പൊരുത്തപ്പെടും? നിങ്ങൾ ഗാർഡ് ഓഫ് ഓണർ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷേത്രങ്ങളും വിട്ടുകൊടുക്കും ഹിന്ദുക്കൾക്ക്, അവർ ഭരിക്കട്ടെ. അപ്പൊ ക്ഷേത്രങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കി വെക്കുകയും ചെയ്യുക, ക്ഷേത്രങ്ങളിൽ നടത്തേണ്ട ആചാരങ്ങൾ, കവനന്റിന്റെ ഭാഗമായി നിലനിൽക്കുന്ന ആചാരങ്ങൾ നിഷേധിക്കുകയും ചെയ്യുക. ഇതിന്റെ ഇരട്ടത്താപ്പല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള 100 പ്രശ്നങ്ങൾ കേരളത്തിലെ ഹിന്ദു സമൂഹം നേരിടുമ്പോൾ ഇതിനെ വലിയ തോതിൽ ഒരുമിച്ച് എല്ലാ വിഭാഗം ജനങ്ങളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമുക്ക് ഒരുമിച്ച് ഈ വിഷയത്തെ നേരിടാൻ സാധിക്കണം. അതിനൊരു വലിയ ജനകീയ മുന്നേറ്റം, ക്ഷേത്രോത്സവങ്ങളെയും ആചാരങ്ങളെയും സംരക്ഷിക്കാൻ ഒരു വലിയ ജനകീയ മുന്നേറ്റം കേരളത്തിൽ അനിവാര്യമായിരിക്കുന്നു. അതിന് ഈ കൂട്ടായ്മയിൽ നിന്നും ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഉയർന്നു വരണം. അതിനൊരു സമിതി ഉണ്ടാവണം, ഭാവി പരിപാടികൾ പ്രഖ്യാപിക്കപ്പെടണം. അതനുസരിച്ചിട്ടുള്ള ഒരു ചർച്ചയായി ഇനിയുള്ള സമയത്തെ കാലാംശങ്ങളിൽ നമ്മുടെ പ്രാസംഗികരുടെ നിർദ്ദേശങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കൊരു തീരുമാനത്തോടുകൂടി ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ കഴിയട്ടെ. അതിന് ജഗദീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.